ഹായ് സാബു. ഹായ് സാർ. സാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച അയച്ച ടെൻഡറിന്റെ റിപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ. സാബു, ഈ ടെൻഡറും പോയോ? എന്തൊക്കെ പ്ലാൻ ആയിരുന്നു! ഒരു വലിയ ടെൻഡർ ആയിരുന്നു. ഒത്തിരി പ്ലാൻ എനിക്കുണ്ടായിരുന്നു. നാട്ടിലെ വീട് പണി, ഒരു കാറ്, ഒരു എസ്റ്റേറ്റ്, പിന്നെ ബിസിനസ്സിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്. ആകെ പൊളിഞ്ഞല്ലോ സാബു. എന്റെ സാറേ, നിങ്ങളൊരു പെന്തക്കോസ്ത് വിശ്വാസിയല്ലേ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കാമോ? ദൈവം നമുക്ക് തരുന്നത് മതി സാറേ. ദേ ഇങ്ങോട്ട് നോക്ക്, നമുക്ക് അർഹതപ്പെട്ടതൊക്കെ നമുക്ക് കിട്ടും. ഡോണ്ട് വറി. നിനക്കെന്തറിയാം സാബു, ഇനി അധികകാലം കുവൈറ്റ് നിൽക്കാനൊന്നും കഴിയില്ല. ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹവും എനിക്കില്ല. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നാട്ടിൽ പോയി സ്വസ്ഥമായി ജീവിക്കാനായിരുന്നു ആഗ്രഹം. സാറേ, ദൈവമല്ലേ സ്വസ്ഥത നൽകുന്നത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ എന്താ പ്രസംഗിച്ചതെന്ന് അറിയാമോ? ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ എന്ന സകലതും നിങ്ങൾക്ക് കിട്ടും. ബൈബിൾ അറിയാവുന്ന സാറിനോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. എന്നാലും സാറിന്റെ ഈ ആവലാതി കണ്ട് പറഞ്ഞു പോയതാ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നെങ്കിൽ നാട്ടിൽ പോയി ജീവിക്കണമെന്നും ദൈവവേല ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നടന്നു. എല്ലാം ചെയ്തു തീർത്തിട്ട് ചെയ്യാനുള്ളതല്ല ദൈവവേല സാറേ. കോവിഡ് വന്നതിന് ശേഷം ഇപ്പോഴെല്ലാം ചെറുപ്പക്കാരാ മരിക്കുന്നത്. നമുക്കിനി എത്ര കാലമുണ്ടെന്ന് ആർക്കറിയാം? അതുകൊണ്ട് സാറ് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. സാറേ, ഞാൻ ഇറങ്ങുക. ഇന്ന് പള്ളിയിൽ സന്ധ്യ നമസ്കാരം ഉള്ളതാ. പിള്ളേരെ കൂട്ടി നേരത്തെ അങ്ങ് പോണം.